ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ടിപ്സ്. അപ്പം ഇന്നത്തെ വ്ലോഗ് ഒരു സൺഡേ ഔട്ടാണ്. ഇന്ന് സണ്ണ് ഹൈ പിച്ചിലുള്ള ദിവസമാണ്. ഡെൻമാർക്കിൽ ദ ലോങ്ങസ്റ്റ് ഡേ ഇൻ സമ്മർ ആണ്. അപ്പം പുറത്തൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. ഫുൾ ഫ്ലവേഴ്സൊക്കെ വന്നിട്ട് ഫുൾ ഹൈ പോസിറ്റീവ് എനർജിയിലാണ്. അപ്പം നമ്മളും ഈ ഒരു ഡേ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു സൺഡേ ഔട്ട് ബീച്ചിലെല്ലാം പോയി കറങ്ങി അങ്ങനെ ഒരു ദിവസമാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ലെറ്റ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നാട്ടിൽ നിന്ന് തിരിച്ചു വന്നതിൻ്റെ നല്ല തൊണ്ടവേദനയും വയ്യായികയൊക്കെ ഉണ്ടെങ്കിൽ പോലും വീട്ടിലിരിക്കാനുള്ള മടി കാരണം നമ്മൾ എങ്ങനെയും പുറത്ത് ചാടുക എന്നാണ് നമ്മുടെ ഒരു ലക്ഷ്യം പലപ്പോഴും. അപ്പം ഇത്രയും ഒരു സ്പെഷ്യൽ ഡേ ആണ്, ലോങ്ങസ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചാണ് നമ്മൾ പ്രത്യേകിച്ച് പ്ലാനില്ലാതെ നമ്മൾ പെട്ടെന്ന് ഓക്കെ എന്നാൽ ബീച്ചിൽ പോവാം എന്നും പറഞ്ഞ് ഗേൾസ് ട്രിപ്പായിട്ട് നമ്മൾ ഇറങ്ങിയേക്കുവാണ്. സൈക്ലിംഗ് വിത്ത് ഗേൾസ്. ഹായ് ഗേൾസ്. ഹലോ. അപ്പൊ നമ്മള് ഇന്ന് ഒരു ഡേ ഔട്ടിന് പോവാണ്. നമ്മൾ എവിടെയാ പോകുന്നത്? നമ്മുടെ ബീച്ചിന് പോവാ. ബീച്ചിൽ പോയി ഫുഡ് കഴിക്കും, കുറച്ച് വെള്ളത്തിൽ കളിക്കും. അതാണ് നമ്മുടെ പ്ലാൻ. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഡെൻമാർക്കിൽ എവിടെ തിരിഞ്ഞാലും ബീച്ച് ആയതുകൊണ്ട് നമുക്ക് ബീച്ചിൽ പോകാൻ അധികം ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൈക്കിളിൽ വന്നത്. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ബീച്ച് ആണ്. അതിൽ നമുക്ക് ഏത് സ്പോട്ടിൽ പോകണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്ലാൻ ഇല്ലാത്തത്. അത് നമ്മളിങ്ങനെ ഓരോ സ്പോട്ടും എക്സ്പ്ലോർ ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിൽ ആവാന്നാണ് ഇപ്പം പ്ലാൻ. ഹലോ ഗൈസ്, എങ്ക പോയിട്ട് ഇരിക്കേ? അതെ അതെ, ഗേൾസ് ട്രിപ്പ്, ബീച്ച് ട്രിപ്പ്. നല്ലൊരു സൂപ്പർ അരേന കുളിസീനാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല വലുതായിട്ടുണ്ട് അരേന. സൂപ്പർ ബാക്ക്ഗ്രൗണ്ട്. കാലംബർഗിൻ്റെ ഒരു ഫുൾ വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഒരു അനദർ സൈഡ് വ്യൂ. അടിപൊളി ബീച്ച്. സീ ദ കളർ ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ. അത്രയും ക്ലീൻ വാട്ടറാണ് കേട്ടോ അത്. അത്രയും ഷെയ്ഡ്സ്. ഇത് കാർത്തികന്റെ ഡ്രസ്സും ആ പോവും. അടിപൊളി. അങ്ങോട്ട് മറിഞ്ഞു വീണോ? ഇങ്ങനെ അങ്ങ് കിടക്ക്. നല്ല മുള്ളുണ്ടാവുന്നാലും ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കിടന്നാല് അയ്യോ അയ്യോ വേണ്ട. എടാ അത് തന്നെ അത് തന്നെ. നിനക്ക് അങ്ങനെ ഒന്നൊരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ. ഒരു അടിപൊളി സണ്ണി ഡേ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നല്ല അടിപൊളി സണ്ണി ഡേ തന്നെയാണ് കിട്ടിയത്. പൊള്ളിയിട്ടൊരു രക്ഷയുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം യൂറോപ്പിൽ ഭയങ്കര ചൂടാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സമ്മറിനേക്കാളും ഭയങ്കര പീക്കായിട്ടാണ് ഇപ്രാവശ്യം ഹീറ്റ് വേവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഈ ഒരു ദിവസവും. അത്യാവശ്യം നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയത് കൊണ്ട് നമ്മളത് അത്ര കാര്യമാക്കിയില്ല. കണ്ട, ഫസ്റ്റ് സ്ഥലത്ത് വന്നപ്പോൾ തന്നെ നിറച്ച് കാറൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് അവിടെയൊക്കെ. എല്ലാവരും എൻജോയ് ചെയ്യുവാണ്. ഇത് നമ്മുടെ തമിഴ് യൂട്യൂബർ ഫേമസ് കാർത്തിക
കണ്ണ് കാണില്ല ഗൈസ്. ഇവിടെ വെച്ചിട്ടും കണ്ണ് കാണുന്നില്ല. അല്ല ഈ ഒരു വെയിലിട്ട് അത് നീ ഇത് വെക്കേ, സൺഗ്ലാസ് വെക്കേ. ഇതൊരു നല്ല ബീച്ച് ഏരിയ ആയിരുന്നു കേട്ടോ. നമുക്കിവിടെ നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അവിടെ കുറച്ച് റഷും ഉണ്ടായിരുന്നു, ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അടുത്ത സ്പോട്ട് ഹണ്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോഴാണ്. നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി ഉള്ള ഒരു സ്ഥലം വേണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കി നമ്മൾ വീണ്ടും സൈക്കിളെത്തി. നിങ്ങൾ ക്രോസ് ഞാൻ ഇപ്പൊ നിർത്താൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കുറേ ബീച്ച് സ്ലോട്ട്സിൽ പോയി നോക്കി. ആൾക്കാരുള്ളത് നമ്മളിങ്ങനെ മുങ്ങി മുങ്ങി വന്ന് പുതിയൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്, പക്ഷേ പീസ്ഫുള്ളായിട്ടൊരു സ്ഥലം കിട്ടി നമുക്ക്. കുറച്ച് ബോട്ടും ഓപ്പോസിറ്റ് റോഡ് റെസിഡൻഷ്യൽ സൈഡും ഒക്കെയാണ്. നോക്ക്, നമ്മുടെ കയ്യിൽ മാറ്റൊക്കെ ഉണ്ട്. ഫുൾ പിക്നിക് സെറ്റപ്പിലാണ് കാർത്തിക വന്നേക്കുന്നത്. നമ്മളൊന്നും ആലോചിച്ചില്ല. നമ്മളിത് ഈ ബാഗിൽ കുറച്ച് ഫുഡുണ്ട് ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിതാ സൈക്കിളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ബുദ്ധിപരമായി ഞാൻ എൻ്റെ സൈക്കിൾ ലോക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു ചേംബർ ലോക്കിലാണ്. ഒരു ഫാമിലി സൈക്കിളുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഈ സൈക്കിളാട്ടോ യൂസ് ചെയ്യുന്നത്. കുട്ടികളെയൊക്കെ ഫ്രണ്ടിൽ എത്തിയിട്ട് നല്ല അടിപൊളിയാണ്, യൂസ്ഫുള്ളാണ് ഈ സൈക്കിള്. സ്ഥലം നോക്ക് മക്കളെ, അടിപൊളിയല്ലേ? വാ വാ വാ. ആംബുലൻസ് ആണോ പോലീസ് വണ്ടിയുടെ സൗണ്ടാണോ അത്? ഗേൾസ് ഇൻ പിക്നിക്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? ആ പറ പറ. നിന്റെ വ്ളോഗ് വേണം പ്രചാരം പിടിക്കാം. ഓണാക്കിത്താ. അല്ല, രണ്ടിലും വരെ രണ്ട് യൂസ് ചെയ്തൂടെ? ഇതിനകത്ത് കാർത്തികനെ കാണുന്നില്ല. ആ ഓക്കെ ഓക്കെ, കാണാം. സോ ഇതൊരു മൾട്ടിപ്പിൾ വ്ളോഗിങ് ആണ്. ഇത് തമിഴ് വ്ളോഗ്, ഇത് മലയാളം വ്ളോഗ്. അപ്പൊ നമ്മള് മൾട്ടി വ്ളോഗിങ് ആണ്. സോ വാട്ട്സ് ഇൻ യുവർ എന്ത് ബാഗാണത്? ചാക്ക്. സോ അതിന് കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണ് ഇപ്പം. സോ വാട്ട്സ് ഇൻ യുവർ ചാക്ക് ബാഗ്? ഓക്കെ, സേഫർ സൈഡ്. അതെ. പിന്നെ ഇത് നമ്മള് പപ്പടല്ലേ, പപ്പട വടകം, അരിസി വടകം, അരിസിമാവ്, അരിസി വടകം. എന്റെതെല്ലാം കൂടെ ഒരു ഇത് പിടിച്ചത്. ഇത് അരിസി വടകം. പിന്നെ ഫുഡ്, പിന്നെ ഇത് അതായത് തൈർ പച്ചടിയോ സാലഡോ? സാലഡ്, പ്ലേറ്റ് ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇത് ചിക്കൻ ബിരിയാണി, ചിക്കൻ പീസ് ഉണ്ട്. പിന്നെ പിന്നെ സൺഗ്ലാസ്, സ്പൂണ്, ബൈക്കാച്ചി, അത്രേ ഉള്ളൂ. ശരിക്കും ഞാൻ വന്നത് പിക്നിക്കിനാ, വെള്ളത്തിൽ ചാടാനില്ല. ഫുഡ് പിന്നെ ഇതും ഞാൻ കൊണ്ടുവന്നു, കഴിച്ചിട്ട് പോവാം, അത്രേ ഉള്ളൂ. ഓക്കെ. എന്താണ് ഗൗരിയുടെ വാട്ട്സ് ഇൻ യുവർ? ഗൗരി
ബാഗ്. എന്റെ ബാഗ് സൺസ്ക്രീൻ ഉണ്ട്. വാവ്, ഒരു ബ്രില്യൻ മൂവ്. വെള്ളം അത് ഇന്നലെ കിട്ടിയത്. കടലക്കറിയായി പിക്നിക്കിന് വന്ന ഗൗരി. ഇന്ത്യൻ സ്റ്റൈൽ പിക്നിക്കാണ്. എന്റെ ബാഗിലും അതെ. ഫുൾ മാറ്റൊക്കെ സെറ്റാണ്. വാട്ട്സ് ഇൻ മൈ സ്മോൾ ബാഗ്? ഫസ്റ്റ് തന്നെ പുറത്ത് പോകാത്ത ഭാഗ്യം. ചിക്കൻ കറി. കുറച്ച് ഉപ്പ് കൂടുതലാണ്, ഇന്നലെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു ടവൽ. വെള്ളത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്, അപ്പോൾ അത്. പിന്നെ എക്സ്ട്രാ ഒരു ഡ്രസ്സ്. പിന്നെ നമ്മുടെ നാട്ടിലെ മിക്സ്ചർ പിന്നെ ഒരു വേസ്റ്റ് ബാഗ്. ഇത് നനഞ്ഞു കൊടുത്തിട്ടുണ്ട് പോകാൻ വേണ്ടി. ചോറും തോരനും പിന്നെ കുറച്ച് സ്പൂണ്, ഫോർക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇതിലും സ്നാക്സ് ആണ്. ഇത് ഒരു എന്തായാലും സാധനം. ഒരു ഇന്ത്യൻ പിക്നിക്കാണ് മെയിൻലി നമ്മുടെ തീം. ഡെൻമാർക്കിലാണെങ്കിലും നമ്മൾ ഇന്ത്യൻ വിട്ടൊരു കളിയില്ല. പിന്നെ ഒരു വെറ്റ് വൈബ്സ് അത്രേ ഉള്ളൂ. ഫുൾ വൈബിലാണ്. ഇവിടെ വെറ്റ് വൈബ്സ് ഉണ്ടെന്ന് അറിയാം, ഇത്രയും വെള്ളമുള്ള സ്ഥലത്ത്. പിന്നെ ലിപ്സ്റ്റിക്ക് കളിയില്ല, അതുകൊണ്ട് കളിയില്ല. നമ്മൾ ഏത് ബാഗിലും അതുണ്ടാവും. പിന്നെ കീ ഉണ്ട്. പ്രൊഫഷണൽ സൺസ്ക്രീൻ ഉണ്ട്. എനിക്കിഷ്ടായി. We are here now for eating and jumping to water. തണ്ണിക്കുള്ള പോറും. അയ്യോ, തണ്ണിക്കുള്ള എന്ന് പറയുമ്പോഴത്തേനും വെള്ളത്തിന്റെ ഉള്ളിൽ പോകുന്നു, മലയാളത്തിൽ പറയുന്നു. നല്ല നട്ടപ്ര വെയിലത്ത് ഇരുന്ന് ഇങ്ങനെ നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്യാം. എൻ്റെ ഒരു ടൈം വന്നു ചതോ. അല്ല, അമ്മക്ക് എവിടെ പോകണ്ടേ? വലിയച്ഛൻ വരില്ലേ? വെല്ലിച്ചൻ വരില്ലേന്ന്. അല്ല, നീ വാക്കി നോക്കി അവർ പറയല്ലോ. വെള്ളം കണ്ടോ, എത്ര ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാകും. ഭയങ്കര ക്ലീൻ വാട്ടർ ആട്ടോ. നമുക്കിങ്ങനെ ഇറങ്ങാനൊരു മടിയും തോന്നാത്ത ടൈപ്പ്, അത്രയും നല്ല വെള്ളമാണ്. ആ ഒരു കളർ വേരിയേഷൻ തന്നെ അതിൻ്റെ ഒരു പ്യൂരിറ്റി കാണിക്കുന്നു വെള്ളത്തിൻ്റെ. ഈ ബീച്ച് ഫുൾ കണ്ടിന്യൂസ്ലി അങ്ങ് പോകുന്നതും ഈ പോകുന്ന സൈഡിലൊക്കെ ഇതുപോലത്തെ സ്പേസസ് ഉണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും കുളിക്കാൻ വേണ്ടിയിട്ടും. കുട്ടികളൊക്കെ വന്ന് ഒരുപാട് കളിക്കുന്ന സ്പേസാണ്. നല്ല സേഫാണ്, അധികം ഡീപ്പൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഡാർക്ക് ബ്ലൂ കാണുന്ന സ്ഥലത്തായിരിക്കും ഡീപ്പ് ഉള്ളത്. അങ്ങനുണ്ട്. അമ്മ മൈക്കൊക്കെ ഉണ്ടല്ലോ, പടപട വരൂലേ? പാട്ട് വെച്ച അവിടെ പ്രശ്നം ഉണ്ടാവോ കുട്ടി? പക്ഷെ ആരും ഇല്ലാത്തോണ്ട് മേ ബി വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു. തണുപ്പുണ്ട്. പക്ഷെ കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ സോറി, എന്റെ കുറച്ച് സമയം അകത്തിരുന്നാല് കുഴപ്പമില്ല.
നല്ല തണുപ്പല്ലേ, പക്ഷെ വെയിലായതുകൊണ്ട് സെറ്റായി. ആ ശരിയാ. എന്ത് പറയും ആ ചേട്ടൻ? രണ്ട് വ്ളോഗേഴ്സ് തമ്മിലുള്ളൊരു ഇത് ചെയ്യാം. ആണോ? എനിക്ക് തോന്നുന്നു ഇവിടെ കറങ്ങാൻ ചെയ്യാൻ പറ്റും. അയ്യോ ഇത് കണ്ടോ ആ കായല് സാധനത്തിൽ കാല് തന്നെ. അതിന്റെയോ ചാർജ് ചെയ്തില്ലേ ഇപ്പൊ?
കണ്ട ഒരു ഹിഡൻ ജം പോലത്തെ സ്ഥലം. ആ ഇവിടെ പായൽ കുറവാ. പക്ഷെ മുങ്ങിക്കഴിയുമ്പോ പിന്നെ പൊങ്ങുമ്പോ വെയിലത്തോട്ട് പൊങ്ങുമ്പോഴേ നോക്ക് വെള്ളത്തിന്റെ ആ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ആണ് ഇതിനകത്ത് ഹൈലൈറ്റ്. ക്യാമറ മുക്കിയാൽ അങ്ങനെ ഉണ്ടാവും, പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല. റിസ്ക് എടുക്കാൻ വയ്യ. അടിപൊളി ആയിട്ടില്ലേ ഗായ്സ്? വെയില് നല്ല തണുപ്പുള്ള വെള്ളം. വാട്ട് എ കോമ്പിനേഷൻ. അങ്ങനെ നമ്മൾ കുളിച്ചു. ബീച്ചിൽ നല്ല ഒരു ഡിപ്പ് കഴിഞ്ഞ് നമ്മൾ കയറിയിട്ടോ. ഇവിടെ കുറേ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ബീച്ചിലോട്ട്. എൻ്റെ തൊപ്പി വെള്ളത്തിൽ പോയി, അതാ നനഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നത്തേക്കുള്ള എല്ലാം ആയി. നല്ല അടിപൊളി വെയിൽ കൊണ്ടു, നന്നായിട്ട് എൻജോയ് ചെയ്തു, വെള്ളത്തിൽ കളിച്ചു. എല്ലാത്തിനു ശേഷം നമ്മൾ വിശന്ന് പൊരിഞ്ഞ് ഇരുന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിച്ച് അങ്ങനെ ഇരിക്കുവാണ്. കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തു. അപ്പോഴാണ് നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് ഫാമിലീസൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻക്ലൂഡിങ് ഡോഗ്സ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഡോഗ്സ് ഒക്കെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു അടിപൊളി ദിവസമായിരുന്നു. അപ്പം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, റിലാക്സ് ചെയ്തു. So hope you guys also enjoyed watching this vlog. So please do support, like, comment and subscribe to my YouTube channel. Thanks for watching. Bye bye.